ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം ഇന്ന് UN രക്ഷാസമിതിക്ക് മുമ്പാകെ കൊണ്ടുവരുമെന്ന് അമേരിക്ക. ഖത്തറിൽ നടന്ന വെടിനിർത്തൽ കരാർ ചർച്ച എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. 32,000-ഓളം പേരുടെ മരണവും ഗാസയിൽ പട്ടിണി പിടിമുറുക്കിയതും ലോകത്തുടനീളം ജനരോഷം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് സ്വന്തം നിലയ്ക്ക് UN രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവരാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം ഇന്ന് രാത്രി തന്നെ വോട്ടിനിടും എന്നാണ് സൂചന. നേരത്തെ കൊണ്ടുവന്ന പ്രമേയങ്ങൾ ഇസ്രയേലിന് വേണ്ടി അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു. ഭൂരിഭാഗം രാജ്യങ്ങളുമായി നടന്ന ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലും ബന്ദിമോചനവും ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പുവരുത്തുന്നതും ലക്ഷ്യമിട്ടാണ് പ്രമേയം കൊണ്ടുവരുന്നതെന്ന് യുഎനിലെ US അംബാസഡറുടെ വക്താവ് അറിയിച്ചു. ഖത്തറിൽ നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഇല്ലാതെ വന്നത് ബദൽ നീക്കം ശക്തമാക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ 6ാമത് പശ്ചിമേഷ്യൻ പര്യടനം ആരംഭിക്കാനിരിക്കെ ഗാസയിൽ പരമാവധി സഹായം ഉറപ്പാക്കാൻ അമേരിക്ക വീണ്ടും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. റഫയ്ക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം ഏറ്റവും വലിയ അബദ്ധമായി മാറുമെന്നും ഹമാസിനെ അമർച്ച ചെയ്യാൻ അത് പര്യാപ്തമാകില്ലെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഇസ്രയേലിന് പരമാവധി ആയുധ സഹായം നൽകി മേഖലയിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പുതിയ സന്ദർശനത്തിൽ ഒരു നേട്ടവും ഉണ്ടാകില്ലെന്ന് പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ഒട്ടും വൈകരുതെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. റഫയ്ക്ക് നേരെയുള്ള കരയാക്രമണത്തിൽ നിന്ന് പിന്തിരിയാനും EU നേതാക്കൾ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ അമേരിക്കൻ പര്യടനം കൂടുതൽ ആയുധങ്ങൾ തേടാനാണെന്ന് മാധ്യമ റിപ്പോർട്ടുണ്ട്. F-35, F-15 പോർ വിമാനങ്ങൾ കൂടുതലായി ഇസ്രയേൽ ആവശ്യപ്പെടുമെന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ അൽഷിഫ ആശുപത്രിക്ക് നേരെ വീണ്ടും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ആശുപത്രി ജീവനക്കാരുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടതായാണ് സംഘടനകൾ അറിയിക്കുന്നത്. കൂടാതെ ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയിലെ 410 ആരോഗ്യ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. WHO കഴിഞ്ഞ ദിവസം എക്സിലൂടെ കണക്കുകൾ പുറത്തുവിടുകയായിരുന്നു. ഗാസയിലുടനീളമുള്ള 104 ആംബുലൻസുകൾക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന് WHO എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യ മേഖലയെ ലക്ഷ്യമിടുന്നത് അവസാനിപ്പിക്കണമെന്ന് WHO ആവർത്തിച്ചു. സിവിലിയന്മാരെയും ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കണമെന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ മാനിക്കണമെന്നും WHO ഇസ്രയേലിനോട് അഭ്യർത്ഥിച്ചു. വർദ്ധിച്ചുവരുന്ന പട്ടിണി മൂലം ഗാസയിലെ കുട്ടികൾ മരണത്തിന്റെ വക്കിലാണെന്ന് ലോകാരോഗ്യ സംഘടന നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പട്ടിണിയെ തുടർന്ന് ശിശു മരണനിരക്ക് വർദ്ധിച്ചു എന്നാണ് ഗാസയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ. ഈ സാഹചര്യം മറികടക്കാൻ പോഷകാഹാരം ലഭിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഗാസയിലെ ആരോഗ്യ പ്രവർത്തകർ പ്രതികരിച്ചു. ഗാസയ്ക്കെതിരായ വംശഹത്യയിൽ പട്ടിണിയെ ആയുധമാക്കുന്നത് ഇസ്രയേൽ നിർത്തണമെന്ന് അടുത്തിടെ ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുദ്ധം തുടരുന്നതിനിടെ പട്ടിണിയിൽ ജനങ്ങളെ വേട്ടയാടുന്നത് യുദ്ധക്കുറ്റമാണെന്നാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞത്. ഗാസയിലെ പട്ടിണിയെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് അപലപിക്കുകയും ചെയ്തു. അതേസമയം റഫ ആക്രമണ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് ബന്ദിമോചനത്തിന് ഹമാസുമായി ധാരണയിലെത്തണമെന്ന് മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ യായിർ ലാപിഡ് ആവശ്യപ്പെട്ടു. ഹമാസിനെ തകർക്കാൻ ബന്ദിമോചനത്തിന് ശേഷം ആലോചിക്കാമെന്ന് അദ്ദേഹം ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞു. റഫയിൽ കരയുദ്ധം ആരംഭിക്കുന്നത് ബന്ദിമോചന കരാറിനെ ബാധിക്കും. ബന്ദികളുടെയും കുടുംബത്തിന്റെയും ദുരന്തം അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അടിയന്തരമായി വേണ്ടത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US-ലെ റിപ്പബ്ലിക്കൻ സെനറ്റർമാരുമായി സംസാരിക്കുന്നതിനെതിരെ ലാപിഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ബൈഡൻ ഭരണകൂടത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം ഹമാസിനെ പരാജയപ്പെടുത്താൻ തെക്കൻ ഗാസയിലെ പട്ടണമായ റഫയിൽ ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തുന്നത് അബദ്ധവും അനാവശ്യവുമാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും അഭിപ്രായപ്പെട്ടു. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നത് സൂചിപ്പിക്കുന്ന പ്രസ്താവന കൂടിയാണ് ഇത്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം 6ാമത്തെ തവണ അടിയന്തരമായി മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്ന ബ്ലിങ്കൻ വെടിനിർത്തലിനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഗാസയുടെ സംഘർഷാനന്തര ഭാവിയെക്കുറിച്ചും ചർച്ച ചെയ്യാനായി ഉന്നത അറബ് നയതന്ത്രജ്ഞനുമായി കൂടിക്കാഴ്ചയും നടത്തി. ഹമാസിന്റെ പിടിയിലിരിക്കുന്ന ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുന്ന വെടിനിർത്തൽ അടിയന്തരമായി ആവശ്യമാണെന്നും US-ഉം ഈജിപ്തും ഖത്തറും ആഴ്ചകളോളം മധ്യസ്ഥ വഹിച്ച ചർച്ചകളിൽ വിടവുകൾ കുറയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും യുദ്ധ മന്ത്രിസഭയെയും കാണാൻ ബ്ലിങ്കൻ അടുത്ത ദിവസം ഇസ്രയേലിലേക്ക് പോകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.